ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിൽ മലിനജലം കലരുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. ദേശീയപാത നെല്ലായിൽ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും കടലാസിൽ. പാലത്തിനായി തോടിന് നടുവിലായി സ്ഥാപിച്ച കോൺക്രീറ്റ് കാലുകൾ നോക്കുകുത്തികളായി. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും പണം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. വയനാട് നെന്മിനി സ്വദേശി ഷംസാദാണ് പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിത് ഒറാങ്ങാണ് പിടിയിലായത്. മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും കണ്ടെടുത്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിൽ മലിനജലം കലരുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കിഴക്കേ നടപ്പുരയിലാണ് ഒരു മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. നടപ്പുരയിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കുമുള്ള വഴിയിലാണ് ഈ വെള്ളം കെട്ടിനിൽക്കുന്നത്. സമീപത്തെ കാനകളിൽ നിന്നുള്ള മലിനജലവുമായി കലർന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് കൊതുക് മുട്ടയിട്ട് പെരുകാനും ഇടയാക്കുന്നു. പകൽ സമയത്ത് പോലും ഈ ഭാഗത്ത് കൊതുക് ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട്. ദിനം പ്രതി നൂറുകണക്കിന് ഭക്തരാണ് ചെരുപ്പ് പോലുമില്ലാതെ ഇതിലൂടെ നടക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ഭക്തർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന സമയത്ത് പൈപ്പ് പൊട്ടിയ വിടവിലൂടെ മലിനജലം കയറുന്നുമുണ്ട്. ഇതുമൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ കുടിവെള്ള പൈപ്പിലൂടെ മലിനജലമാണ് ലഭിക്കുന്നതെന്നും വ്യാപാരികൾ പരാതിപ്പെട്ടു. ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേവസ്വമോ വാട്ടർ അതോറിറ്റിയോ നടപടിയെടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയ്ക്ക് സമീപം നൂറുകണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പാസേജില് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയിട്ട് കഷ്ടി ഒരു മാസക്കാലം ഏറെയായി അവിടെ വേസ്റ്റ് വാട്ടറും വെള്ളവും കെട്ടിക്കിടന്നിട്ട് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായിട്ട് ഈ അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അത്തരം ഒരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ സമീപമുള്ള വ്യാപാരികളും ഭക്തர்களுം ആവശ്യപ്പെടും. ദുർഗന്ധം രൂക്ഷമാകുമ്പോൾ ദേവസ്വം ആരോഗ്യ വിഭാഗം ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുക മാത്രമാണ് ചെയ്യുന്നത്. ഭക്തരെയും വ്യാപാരികളെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ദേവസ്വവും വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നതെന്ന് ഭക്തസംഘടനകൾ ആരോപിക്കുന്നു. പൊട്ടിയ പൈപ്പ് ശരിയാക്കുകയും മാലിന്യ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ദേശീയപാത നെല്ലായിൽ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും കടലാസിൽ. ദേശീയപാതയിലെ നെല്ലായി തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി നിർമ്മാണം തുടങ്ങിയ പാലം എങ്ങുമെത്താതെ കിടക്കുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഈ മേഖലയിൽ പാലവും സർവീസ് റോഡും വന്നാൽ യാത്ര സുരക്ഷിതമാകുമെന്നിരിക്കെ തൂപ്പൻകാവ് പാലത്തിന് ഇരുവശവും ചെറിയ പാലങ്ങൾ സ്ഥാപിച്ച് സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകുന്നില്ല. ദേശീയപാത 4 വരിയാക്കി വികസിപ്പിച്ച സമയത്താണ് നെല്ലായിക്കും കൊളത്തൂരിനും മധ്യേ തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി ചെറിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നിലവിലുള്ള പാലത്തിന്റെ ഒരു വശത്ത് മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് റോഡിനായി പാലം പണി തുടങ്ങിവെച്ചത്. ഇതിന് സമീപം പഴയ റോഡിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കുകയും ചെയ്തു. തോടിന് നടുവിലും രണ്ടറ്റങ്ങളിലുമായി കോൺക്രീറ്റ് കാലുകൾ നിർമ്മിച്ചതല്ലാതെ തുടർപണികൾ നടന്നില്ല. ഇതോടെ പാലം കടലാസിൽ മാത്രമായി ഒതുങ്ങി. ദേശീയപാത അധികൃതർ വർഷങ്ങളായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നെല്ലായി പാലത്തിൽ അതിവേഗ പാതകൾക്ക് ഇരുവശത്തും സർവീസ് റോഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെല്ലായിയിൽ നിന്ന് സർവീസ് റോഡ് വഴി വരുന്ന കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും തൂപ്പൻകാവ് പാലത്തിലെത്തുമ്പോൾ അതിവേഗ പാതയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പ്രധാന പാതയുടെ ഓരത്തുകൂടി നടക്കുന്നവരും സൈക്കിളിൽ പോകുന്നവരുമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് എത്രയും വേഗം പാലം നിർമ്മാണം പൂർത്തിയാക്കാനും സർവീസ് റോഡ് സജ്ജമാക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് എർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി മൂർക്കൻ വീട്ടിൽ ഷംസാദിനെയാണ് ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ വർഷം തമിഴ്നാട് വേടസന്തൂറിലെ മുസ്ലിം പള്ളിയിൽ മോഷണം നടത്തുന്നതിനിടെ പിടിയിലായി മധുര ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് പ്രതി പുറത്തിറങ്ങിയത്. മാതാപിതാക്കളുടെ ഏക മകനായ പ്രതി 10 വർഷത്തോളം ഖത്തറിലും
കുവൈത്തിലും പ്രവാസിയായിരുന്നു. അതിനിടയ്ക്ക് മാതാവ് രണ്ടാം വിവാഹം കഴിച്ചതോടെ പ്രതിക്ക് മാതാവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയും മാതാവിൽ നിന്ന് അകറ്റിയതിനുള്ള കാരണക്കാർ പള്ളിക്കമ്മിറ്റിക്കാരാണെന്ന വിശ്വാസത്താൽ പ്രതിക്ക് പള്ളികളോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതി മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച തുടങ്ങിയത്. കവർച്ച നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി പണം തീരുമ്പോൾ വീണ്ടും മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാത്ത പ്രതി ഉപ്പാപ്പ പള്ളിയിലെ മോഷണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഏർവാടിയിലെത്തുകയായിരുന്നു. പ്രതിയെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, PS അനിൽകുമാർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, അനീഷ്, രജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. രാവിലെ 6-ന് കിഴക്കേ നടപ്പുരയിൽ നിന്നാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയത്. 4 നടകളിലെയും നടപ്പുരകളിൽ ദേവസ്വം സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്നവയെല്ലാം നീക്കം ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവട സാധനങ്ങൾ നിരത്തിയിരിക്കുന്നുവെന്ന ഗുരുവായൂർ സ്വദേശി മുരളീധരന്റെ പരാതിയിലാണ് അവ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ പൂർത്തിയാക്കിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. കയ്യേറ്റം നീക്കം ചെയ്യണമെന്ന് ദേവസ്വം വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാപാരികൾ പൊളിച്ചു നീക്കാത്തവ ദേവസ്വം നീക്കം ചെയ്ത് ലേലം ചെയ്യും. ദേവസ്വത്തിനൊപ്പം നഗരസഭയും പോലീസും സഹകരിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിലെ ആരോഗ്യ വിഭാഗം, റവന്യൂ, സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, തഹസിൽദാർ TK ഷാജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ S സുബ്രഹ്മണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ഒഴിപ്പിക്കൽ വ്യാഴാഴ്ചയും തുടരും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. പ്രതി മാള ആലത്തൂരിൽ കോഴിഫാമിലെ തൊഴിലാളികളായ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുകയായിരുന്നു. സുഹൃത്തുക്കളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഇയാൾ എത്തിയതെന്നാണ് സൂചന. കോട്ടയത്ത് നിന്നെത്തിയ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയത്തെത്തിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും പ്രതി എടുത്തുമാറ്റിയ CCTVയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തി. വിജയകുമാറിന്റെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചേരിച്ചിറയിൽ കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പ്രതികളെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മരോട്ടിച്ചാൽ സ്വദേശി അഴകത്ത് വീട്ടിൽ ജിബിൻ, വെള്ളാനിക്കര സ്വദേശി ചീരക്കുണ്ട് വീട്ടിൽ അനുഗ്രഹ്, പുത്തൂർ സ്വദേശി തെക്കമ്പുറം വീട്ടിൽ സീക്കോ, അഞ്ചേരി സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ ബിജീഷ് എന്നിവരെയാണ് ഉല്ലൂർ SHO വിമോദന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് അഞ്ചേരിച്ചിറ മീനുട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെ 4-അംഗ സംഘം ആക്രമിച്ചത്. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്ന് പാഞ്ഞാൽ കിള്ളിമംഗലം സ്വദേശികളടക്കം 12 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കിള്ളിമംഗലം സ്വദേശിയായ മണികണ്ഠൻ, സതീഷ് നായർ, അജിത് കുമാർ എന്നിവരുടെ കുടുംബമടങ്ങുന്ന സംഘമാണ് കാശ്മീരിലേക്ക് ഈ മാസം 21-ന് തൃശൂരിലെ ടൂർ സംഘത്തിനൊപ്പം പോയത്. കാശ്മീരിലെ ശ്രീനഗറിലെത്തിയ സംഘം ഭീകരാക്രമണം നടക്കുന്ന ദിവസം പഹൽഗാം സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. അന്നേ ദിവസം ഗുൽമർഗ് കേബിൾ കാറിന് ടിക്കറ്റ് ലഭിച്ചതിനെ തുടർന്ന് ശ്രീനഗറിൽ തങ്ങിയതിനാലാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ലെന്നും സംഘം പറഞ്ഞു. 5 ദിവസത്തേക്കാണ് വിനോദസഞ്ചാരത്തിനായി 12 അംഗം അടങ്ങിയ സംഘം കാശ്മീരിലെത്തിയത്. ഈ വിവരം അറിഞ്ഞതോടെ K രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞു. എറിയാട് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി ചിറ്റേഴപ്പാടത്ത് ജോഷിക്കാണ് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ഞളിപ്പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്ന ജോഷിയെ ഇക്ബാൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പൂർവ്വ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. മാള അമ്പഴക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കിഴക്കനൂട്ട് സരസ്വതിയുടെ 5 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയെ സമീപത്തെ കനാലിനടുത്ത് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ്. മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 24-ന് വൈകിട്ട് മതിലകത്തെ 4 ഇടങ്ങളിൽ നിന്നുള്ള ദീപശിഖ റാലി വോളിബോൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. 25-ാം തീയതി വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ET ടൈസൺ MLA, ജനപ്രതിനിധികൾ, വോളിബോൾ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. 10,000-ൽ പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണുവാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ
പറഞ്ഞു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, VK മുജീബർ റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര താന്യത്ത് കോഴിക്കടയുടെ മറവിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തി വന്നിരുന്ന അമ്മയെയും മകനെയും അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി തെരുവത്ത് പറമ്പിൽ സക്കീന, മകൻ ഷമീർ എന്നിവരെയാണ് പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. ഇവരുടെ വീട്ടിൽ നിന്ന് 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1665 പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് പിടിച്ചെടുത്തു. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലാണ് കോഴിക്കട നടത്തിവരുന്നത്. വീട്ടിൽ ചാക്കുകളിലായി സൂക്ഷിച്ച് ആവശ്യത്തിന് കടയിൽ കൊണ്ടുവന്നായിരുന്നു വിൽപ്പന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി പ്രകാരം തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ മുൻഗണന നിശ്ചയിക്കുന്നതിനുമായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. മണയൂർ മണ്ഡലത്തിലെ കോൾ പാടശേഖര സമിതിയുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത അവലോകന യോഗമാണ് ചേർന്നത്. MLA മുരളി പെരുന്നെല്ലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൾ പാടശേഖരങ്ങളിൽ ഇതുവരെ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും നടത്തി. പഹൽഗം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം E. ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുകുന്ദൻ വേലൂർ അധ്യക്ഷനായി. സുഭാഷ് ആദൂർ, വിഷ്ണു അമ്പാടി, അഭിലാഷ് തയ്യൂർ, പ്രവീൺ ചിറ്റണ്ട എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് കാശ്മീർ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫദിൻ രാജ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G. കൃഷ്ണൻ, CS. സൂരജ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ MS. ശിവദാസ്, അനീഷ് പാലിയൂർ, നവീൻ മുണ്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കാട്ടൂർ ബസാറിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബെറ്റി ജോസ് അധ്യക്ഷയായിരുന്നു. മുൻ സൈനികൻ ജയ്ഹിന്ദ് രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജലീൽ കരിപ്പാക്കുളം, MJ റാഫി, CL ജോയ് ജോമോൻ വലിയ വീട്ടിൽ, ലത്തീഫ് തുപ്പിയിൽ, ബദറുദ്ദീൻ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാസലഹരിക്കെതിരെ മാളയിലെ കലാകായിക കൂട്ടായ്മ കാൽപന്ത് കളിയുടെ ലഹരിയൊരുക്കുന്നു. മൽഹ സോക്കർ ഫെസ്റ്റ് എന്ന പേരിൽ മാള അൽ അസ്ഹർ സ്കൂളിൽ ഞായറാഴ്ച തുടങ്ങുന്ന സോക്കർ ഫെസ്റ്റിൽ എല്ലാ ദിവസവും കലാപരിപാടികളും നടക്കും. K. കരുണാകരന്റെ സ്മാരകമായാണ് വിന്നേഴ്സ് ട്രോഫി നൽകുന്നത്. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്ത് രാത്രി നടക്കുന്ന സോക്കർ ഫെസ്റ്റിന്റെ ഭാഗമായി കലാസാംസ്കാരിക പരിപാടികളും വിവിധ മേഖലകളിലുള്ളവർക്ക് ആദരവും വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരം എന്നിവയും നടക്കും. ഒരിടവേളയ്ക്ക് ശേഷമാണ് മാളയിൽ കാൽപന്ത് കളിയുടെ ലഹരി ആവേശമായി മാറുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ MP മുഹമ്മദ് റാഫി, CL പിന്റോ, AA അഷ്റഫ്, KM അഷ്റഫ്, ജലീൽ കൊല്ലംപറമ്പിൽ, ഇൻസുങ് മാള എന്നിവർ അറിയിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച കലാ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ചിത്രകലാ ക്യാമ്പ് ചിത്രകാരൻ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ശില്പി VK രാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഇമാനുവൽ മെറ്റിൽസ്, C. ഉണ്ണികൃഷ്ണൻ, സുരേഷ് മുട്ടത്തി, മിനി പോളി, PK കിട്ടൻ, ആർട്ടിസ്റ്റ് ഹരിമുരളി തുടങ്ങിയവർ സംസാരിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ 32 കുട്ടികളാണ് 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വീട്ടിൽ മാരകായുധങ്ങൾ സൂക്ഷിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നെന്മിനി കരുവാൻപടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോലോത്തുംപറമ്പ് വീട്ടിൽ ഷെഫീഖിനെയാണ് ഗുരുവായൂർ SHO C. പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 5 കത്തികൾ, കൈമഴു, ഇടിക്കട്ട എന്നിവ പോലീസ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, സിനിത വത്സൻ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ജാൻസി ജേക്കബ്, KA കൊച്ചുമോൻ, സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇത് വേറൊരു സംസ്ഥാനത്തും അല്ലെങ്കിൽ അവർക്ക് ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു
കാര്യമാണ് നമ്മുടെ കേരളം ആർജിച്ചത്. പഴുക്കര സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. വൈകിട്ട് 5-ന് ഫാദർ ജോസ് അരീക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. പ്രധാന തിരുനാൾ ദിനമായ മെയ് 4-ാം തീയതി രാവിലെ ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നടക്കും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ കാർമ്മികനാകും. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ സന്ദേശം നൽകും. വൈകിട്ട് പ്രദക്ഷിണം നടക്കുമെന്ന് വികാരി ഫാദർ ജെയ്സൺ കുടിയിരിക്കൽ, ജോമോൻ താഴ്ത്തപ്പുറം, സിജൻ ചക്കാലമറ്റത്ത്, സേവ്യർ കാരേക്കാട്ട്, VJ വിനോദ് എന്നിവർ അറിയിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരുടെയും കീഴ്ശാന്തി ഹരിഹര അയ്യരുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തന്ത്രി പൂജ നടന്നു. തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം അരങ്ങേറി. ഗജവീരൻ ഊക്കൻസ് കുഞ്ചു ഭഗവതിയുടെ തിടമ്പേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് KP അജയനെ ദേവസ്വം ജീവനക്കാരും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ആദരിച്ചു. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, സെക്രട്ടറി P ബിന്ദു തുടങ്ങിയവർ ചടങ്ങുകളിൽ സന്നിഹിതരായി. ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് B ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിച്ചു. കൃഷിഭവനും കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക കോളേജും സംയുക്തമായാണ് കാർഷിക ക്ലിനിക് സംഘടിപ്പിച്ചത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ സഹവാസ പരിപാടിയുടെ ഭാഗമായി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കാർഷിക ക്ലിനിക്ക് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് കാർഷിക ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അലി അധ്യക്ഷത വഹിച്ചു. വെള്ളാനിക്കര കാർഷിക കോളേജ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ്, ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, ക്ലമൻ ഫ്രാൻസിസ്, പ്രവീൺ TG, മുല്ലശ്ശേരി കൃഷി ഓഫീസർ അമല തുടങ്ങിയവർ സംസാരിച്ചു. 1400ഓളം നെൽകർഷകർ ഉള്ള ഒരു പഞ്ചായത്താണ് മുല്ലശ്ശേരി. ജില്ലാതല ചെസ് ചാമ്പ്യൻഷിപ്പ് ഗുരുവായൂരിൽ നടന്നു. തൃശൂർ ജില്ലാ ചെസ് ഫെഡറേഷനും ഗുരുവായൂർ YMCAയുടെയും മെട്രോ ലിങ്ക്സ് ക്ലബ്ബും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. അണ്ടർ 19, അണ്ടർ 7 വിഭാഗങ്ങളിലായി 100ഓളം കുട്ടികൾ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ബിബിത മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മെട്രോ ലിങ്ക്സ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ്, സെക്രട്ടറി ജോസ് ലൂയിസ്, മെട്രോ ലിങ്ക്സ് സെക്രട്ടറി ഗിരീഷ് C ഗീവർ, CD ജോൺസൺ, CV ജെയ്സൺ, ലോറൻസ് നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി അനുശോചിച്ചു. മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ നടന്നു. മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വികാരി ഫാദർ ജോജു പനിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റജി തോമസ്, ഞളങ്ങാട്ടുകുന്നേൽ, ഡീക്കൻ മൈക്കിൾ തോട്ടുവായിക്കുളം, കൈക്കാരന്മാരായ ഷോയ് മാളിയേക്കൽ, ഷാജി തട്ടിൽ, സന്തോഷ് ആട്ടോക്കാരൻ, സണ്ണി മാളിയേക്കൽ എന്നിവർ അനുസ്മരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചാവക്കാട് ടൗണിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി P യതീന്ദ്രദാസ്, UDF ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, കോൺഗ്രസ് നേതാക്കളായ K നവാസ്, TH റഹീം, അക്ബർ ചേറ്റുവ, KS സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഒളരിക്കര ഗവൺമെന്റ് സ്കൂളിലെ UKG LKG വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണത്തിനായുള്ള തുക പൂർവ്വ വിദ്യാർത്ഥികൾ കൈമാറി. ഒളരിക്കര ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ജാൻസിക്ക് 1997-2003 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തുക കൈമാറി. വാണിജ്യം. രുചിക്കൂട്ടിന്റെ ഐസ്ക്രീമുകൾ, നിറക്കൂട്ടിന്റെ വസ്ത്രങ്ങൾ, പോൾസ് ക്രീമറിയുടെയും ഹെറിറ്റേജ് ലൂംസിന്റെയും പുതിയ ഔട്ട്ലെറ്റുകൾ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുട്ടനല്ലൂർ റോഡിൽ ചേലക്കോട്ടുകര മാർ അപ്രയം പള്ളിക്ക് സമീപം MKS ആർക്കേഡിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത്. പോൾസ് ക്രീമറിയുടെ 4ാമത് ഔട്ട്ലെറ്റാണിത്. ഹെറിറ്റേജ് ലൂംസിന്റെ 2ാമത് ഔട്ട്ലെറ്റും. വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകൾ മലയാളികളെ പരിചയപ്പെടുത്തിയ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോൾസ് ക്രീമറി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രീമിയം വസ്ത്ര വിപണിയിൽ അവസാന വാക്കായി മാറിയ സ്ഥാപനമാണ് ഹെറിറ്റേജ് ലൂംസ്.
ഇരു സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് പ്രയാഗ മാർട്ടിൻ നിർവഹിച്ചു. ഫാദർ ജിനോ പുന്നമറ്റം ആശീർവാദ കർമ്മം നടത്തി. മേയർ എം കെ വർഗീസ്, ഫാദർ ജിയോ ചെറടായി, പോൾസ് ക്രീമറിയുടെ സാരഥി ജോൺ പോൾ, ഹെറിറ്റേജ് ലൂംസ് പ്രൊപ്രൈറ്ററും ജോൺ പോളിന്റെ സഹധർമ്മിണിയുമായ സ്റ്റെഫി ജോൺ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹെറിറ്റേജ് ലൂംസിലെ ആദ്യ വിൽപ്പന സ്റ്റെഫി ജോണും പോൾസ് ക്രീമറി ഔട്ട്ലെറ്റിലെ ആദ്യ വിൽപ്പന പ്രയാഗ മാർട്ടിനും നിർവഹിച്ചു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ തരം ജലാറ്റോ ഐസ്ക്രീമുകളും പോൾസ് ക്രീമറി ആദ്യമായി തൃശൂരിൽ പരിചയപ്പെടുത്തി. വിവിധതരം ഐസ്ക്രീമുകൾ, പേസ്ട്രീസ്, സൺഡേസ്, ഷേക്സ്, വാഫിൾസ്, ബിവറേജസ് തുടങ്ങി 50-ൽ പരം ഐസ്ക്രീം വെറൈറ്റികളും പോൾസ് ക്രീമറിയിൽ ലഭ്യമാണ്. ഹെറിറ്റേജ് ലൂംസിൽ സൽവാർ സ്യൂട്ട്, ബനാറസ് സാരീസ്, ലിനൻസ്, ഹാൻഡ് ക്രാഫ്റ്റ് ബാഗ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂരിലേക്കുള്ള തങ്ങളുടെ ആദ്യ ചുവടുവയ്പിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിലെ വിജയിയായ ജോൺ ഈപ്പന പുതിയ ഐപാഡ് സമ്മാനിച്ചു. കൂടാതെ 1 വർഷം മുഴുവനും സൗജന്യമായി ഐസ്ക്രീം ലഭിക്കും. മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മറ്റ് 30 പേർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിൽ മലിനജലം കലരുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. ദേശീയപാത നെല്ലായിൽ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും കടലാസിൽ. പാലത്തിനായി തോടിന് നടുവിലായി സ്ഥാപിച്ച കോൺക്രീറ്റുകാലുകൾ നോക്കുകുത്തികളായി. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും പണം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. വയനാട് നെന്മനി സ്വദേശി ഷംഷാദാണ് പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ച് തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിത് ഒറാങ്ങാണ് പിടിയിലായത്. മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും കണ്ടെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.